ചെറുനാരങ്ങയുടെ പവർ എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ നമ്മളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചെറുനാരങ്ങയുടെ ഡിഷ് വാഷ് ലിക്വിഡ് തേച്ച് കൊടുത്തതാട്ടോ. ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കരി ഉണ്ടല്ലോ അങ്ങനെ ഒഴുകി വരികയാണ്. അത് കണ്ടോ, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഡോറ് ഇളകിയ കാരണം ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കുറച്ചും കൂടെ കാണാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ പിടിച്ച് കാണിച്ചു തന്നത്. ഞാനേ അത്ഭുതപ്പെട്ടു പോയി. ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ പുത്തനായി കിട്ടും കേട്ടോ. പാത്രം കഴുകാൻ മാത്രമല്ല, ഇതുപോലെ എല്ലാത്തിനും നമ്മുടെ ചെറുനാരങ്ങ ലിക്വിഡ് അടിപൊളിയാ. ഹായ്, നമ്മുടെ സ്വായുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസമൊക്കെ ആയ കാരണം എല്ലാവരും രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോക്കും വീട്ടിലെ പണികളൊക്കെ നേരത്തെ കഴിക്കും അല്ലേ. ഞാൻ കുറച്ച് ദിവസമൊക്കെ ചെയ്തായിരുന്ന, അമ്പലത്തിൽ പോയില്ലെങ്കിലും രാവിലെ പണികളൊക്കെ കഴിഞ്ഞിരുന്ന. ഇപ്പൊ പനിയൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പണി നടക്കുന്നില്ല. മാത്രമല്ല നല്ല മഴയും. മുറ്റത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ, ഒരു രക്ഷയില്ല. എന്നാ പിന്നെ പനിയൊക്കെ ഒന്ന് മാറി ഉഷാറായതല്ലേ. എന്താണെങ്കിലും പനിയുടെ ആർത്തി മാറിയിട്ടില്ല കേട്ടോ. അത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ആവേശമാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ശർക്കരയും തേങ്ങയും വിളയിച്ചിട്ട് അട ചുട്ട് കഴിക്കാനുള്ള കൊതി കൊണ്ട് എന്ത് ചെയ്തു, അതാദ്യം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആ പരിപാടി നിന്നു. അപ്പൊ രാവിലെ ഇത്തിരി നേരത്തെ എണീറ്റു. കാരണം ഇന്ന് ഇച്ചിരി ക്ലീനിങ് പണിയൊക്കെ ഉണ്ട്. മുറ്റത്ത് എന്തായാലും ഇറങ്ങാനും പണി ചെയ്യാനും ഒന്നും പറ്റണില്ല. പുല്ലൊക്കെ പൊന്തിയിട്ട് ഇതേ ആളുടെ വലുപ്പത്തിയും തോന്നുന്നുണ്ട്. പറിച്ചിട്ട പുല്ലൊക്കെ അവിടെ കിടന്ന് മുളയ്ക്കാനും തുടങ്ങി. നിങ്ങളവിടെയൊക്കെ ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ? അപ്പോൾ ഞാൻ കറിയും മത്തങ്ങയും പയറും എലിശ്ശേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണം ഇനി അടുത്ത ക്ലീനിങ്. വീടിൻ്റെ ഉള്ളെങ്കിലും ക്ലീൻ ആയി കിടക്കട്ടെ. കുറേ ദിവസമായില്ലേ പനിയായ കാരണം. വൃത്തിയാക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം എന്തോ ആകെ വൃത്തികേടായി കിടക്കണ പോലെ തോന്നുന്നത്. നിങ്ങളവിടെ മഴ പെയ്തിട്ട് വെള്ളം കയറുക ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇവിടെ ആ വക പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ടി വി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ടി വിയിൽ നോക്കാൻ പറ്റണില്ല. ടി വി വെക്കാനേ തോന്നുന്നില്ല. എന്തൊക്കെ ദുരന്തങ്ങളാണ് ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണ് തുറന്നിരിക്കാൻ പറ്റുന്നില്ല. അത്രയും എന്താ പറയാ, സങ്കടം വരുത്തുന്ന കാഴ്ചകളാണ് ഓരോ ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ. അടുത്ത വർഷവും ഇങ്ങനെ ഉണ്ടാവില്ലേ എന്ന് എല്ലാ പ്രാവശ്യവും ഇനിയും ഒരു ദുരന്തം ഉണ്ടാവില്ലേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എവിടെ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്തില്ലെങ്കിൽ കുടിവെള്ളക്ഷാമം, മഴ പെയ്ത ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യാ, ഒന്നും എന്താ പറയാ, കൈതമുള്ളിന്റെ അവസ്ഥയാണ്. മഴ പെയ്യണം എന്ന് പറയാനും പറ്റില്ല, പെയ്യണ്ടെന്ന് പറയാനും പറ്റില്ല. അതാണ് രണ്ട് സൈഡിലും മുള്ളാണല്ലോ. അങ്ങോട്ട് ഒഴിയാൻ പറ്റില്ല, ഇങ്ങോട്ട് ഒഴിയാൻ പറ്റില്ല. ആ അവസ്ഥയിലൂടെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ കിച്ചണിലെ പരിപാടി ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ ഇന്ന്. പിന്നെ അകം തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-3 ദിവസമായി അടിച്ചു വാരിയിട്ട് ശരിക്ക്. പിന്നെ തുടയ്ക്കേണ്ട കാര്യം പിന്നെ പറയണ്ടല്ലോ. ആ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പരിപാടിയിലേക്ക് കടക്കാനായിട്ട്. അപ്പൊ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നത് എന്റെ വാഷർ ഒന്ന് ക്ലീൻ ചെയ്യണം. കറുത്ത് കരിമനടിച്ച പോലെ ഇരിക്കുകയാണ്. അതൊന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു. നോക്കിക്കേ, ഒന്ന് ബ്രഷ് ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് കൊടുത്തുള്ളൂ. അപ്പോഴത്തേന് നോക്കിയേ, അത് ആ കറുപ്പ് കളർ കണ്ടില്ലേ നിങ്ങൾ? കറുപ്പ് കളർ പെട്ടെന്ന് പോയി. ഞാൻ ഒരുപാട് തവണ ഉരയ്ക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ 4 സൈഡും അതിന്റെ ഉൾഭാഗം ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ക്യാമറ എടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. മറ്റേത് ക്യാമറ അവിടെ വെച്ച അപ്പൊ അതൊന്നും ക്ലീൻ ആയിട്ട് എന്താ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ലിക്വിഡ് ഉണ്ടാക്കിച്ചില്ലേ, ഡിഷ് വാഷ് ലിക്വിഡ്, അതാണ് കേട്ടോ. അതിൽ ഇച്ചിരി തുണി കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് 4 ഭാഗവും ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തുട്ടാ. അപ്പൊ ബ്രഷ് ചെയ്ത് കൊടുത്തതിന്റെ ഉദ്ദേശം നന്നായി ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കണല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഓരോ ഭാഗവും ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നോക്കുമ്പോണ്ട് ഫ്രിഡ്ജിന്റെ താഴെ ഫുള്ള് കരിവെള്ളം കിടക്കണേ. അതായത് തേച്ച് കൊടുത്തൊക്കെ ഒഴുകി ക്ലീനായി തനിക്ക് അഴുക്ക് തറയിലെത്തിയിട്ടോ. അത്രയും പവർഫുള്ളാണ് നമ്മുടെ ചെറുനാരങ്ങ. അപ്പൊ അത് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോണ് കയ്യിൽ എടുത്തിട്ട് ആ ഫ്രണ്ട് ഭാഗത്ത് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ആവണത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പൊ നോക്കിക്കേ, ഫ്രിഡ്ജ് നല്ല പുത്തനായിട്ടില്ലേ? അപ്പൊ നല്ല പവർഫുള്ളാണ് കേട്ടോ നമ്മുടെ ചെറുനാരങ്ങ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചത്. അപ്പൊ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ചെറുനാരങ്ങയുടെ പാത്രം കഴുകാൻ മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കാനും ബെസ്റ്റ് ആണ്. ഇപ്പൊ മനസ്സിലായിട്ടോ. ഞാൻ എല്ലാ തട്ടും എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്ത് അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ആക്കിയത്. നന്നായി ക്ലീൻ ആയി കിട്ടി. അപ്പോൾ പുത്തനായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പൊ ഞാൻ കാണിച്ചു തന്നാണ് നിങ്ങൾക്ക് എത്രത്തോളം നീറ്റ് ആയിട്ടുണ്ടെന്ന്. ആദ്യം തന്നെ ഒരു കാര്യം ചെയ്തു കേട്ടോ, ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഈ പരിപാടിക്ക് നിന്നത്. പിന്നെ വൈദ്യം കൽപ്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ കറണ്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഏറെക്കുറെ സൗകര്യമായി. അപ്പൊ ദേ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മഴയൊക്കെയാണ്, പനി വരാതിരിക്കാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.